നോക്കാം. തിരുവനന്തപുരത്ത് പ്രണയം നിരസിച്ചതിനെ തുടർന്ന് 16-കാരിയെ കുത്തി പരിക്കേൽപ്പിച്ചു. കഴുത്തിന് പരിക്കേറ്റ കന്യാകുളങ്ങര സ്വദേശിനിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പനവൂർ സ്വദേശിയായ ഫഹദ് ആണ് പെൺകുട്ടിയെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വട്ടപ്പാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അക്ഷയ കൃഷ്ണാനന്ദുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന്. അക്ഷയ, എപ്പോഴാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായത്? എന്താണ് ഈ ഒരു വിഷയത്തിൽ പോലീസ് പറയുന്നത്? ഉച്ചയ്ക്കാണ് നൈനു ഈ ഒരു സംഭവം ഉണ്ടായത്. പ്രണയം നിരസിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. എന്തായാലും ആ പ്രണയം നിരസിക്കുന്നത് ഈ പെൺകുട്ടി നിരന്തരമായി ഇയാൾ ശല്യം ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇന്നാണ് ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോകുന്ന വഴി ഇയാൾ ഈ പെൺകുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ചത്. കന്യാകുളങ്ങര സ്വദേശിനിയായിട്ടുള്ള 16-കാരിക്കാണ് കഴുത്തിൽ പരിക്കേറ്റത്. ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള വിവരം എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിൽ പനവൂർ സ്വദേശിയായ ഫഹദാണ് ഈ പ്രണയം നിരസിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രതിക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വട്ടപ്പാറ പോലീസ് സംഭവത്തിൽ എന്തായാലും ഇയാൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൈനു, പക്ഷേ ഈ രാവിലെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ഒരു സംഭവം കണ്ട ആരെങ്കിലും ഉണ്ടായിരുന്നോ? ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ ഒരു പരിസരത്ത്? ഈ ഫഹദ് ഇപ്പോൾ എവിടെയാണ് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പ്രാഥമികമായി നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല നൈനു. അതായത് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ പ്രതിയെ ഉടനെ പിടിക്കാനാകുമെന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. ശരി, തിരുവനന്തപുരത്താണ് ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രണയം നിരസിച്ചതിനെ തുടർന്ന് 16-കാരിയെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. കഴുത്തിന് പരിക്കേറ്റ കന്യാകുളങ്ങര സ്വദേശിനി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എന്നാൽ പരിക്ക് ഗുരുതരമല്ല എന്നൊരു ആശ്വാസമായ വിവരം കൂടിയുണ്ട്. എന്നാൽ പനവൂർ സ്വദേശിയാണ് ഇതിൽ പ്രതി. ഫഹദാണ്. ഫഹദിനെ അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഫഹദ് ഇപ്പോൾ ഒളിവിലാണ്. അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അക്ഷയ കൃഷ്ണാനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.